ഒന്നോ രണ്ടും കൂടെ ജോഗിങ്ങും കഴിഞ്ഞ്. ഇതാണ് ഇവളുടെ ഒരു ജോഗിങ് വേഷം. രാവിലെ തന്നെ വേഷവും കെട്ടി ഇറങ്ങിക്കോളും. ഇന്ദ്രേട്ടാ, ഉടൻ പോയി കുളിക്കല്ലേ. വേർപ്പൊന്ന് ആറിയിട്ട് കുളിക്കാൻ കയറിയാ മതി. അത്രേ ഉള്ളൂ. ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമുള്ളൂ ബാക്കി പരിപാടി. നീ ഇന്ന് പതിവിലും വേർത്തിട്ടുണ്ടല്ലോ ഇന്ദ്ര. അതെ, അനു ഭയങ്കര ഫാസ്റ്റാ. ഒപ്പം നടന്നെത്താൻ വലിയ ബുദ്ധിമുട്ടാ. ഓ, നിനക്ക് നാണം ഉണ്ടോടാ? രാവിലെ തന്നെ ഇവളെ വേഷവും കെട്ടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ. നീ ഇന്നലെ ഇങ്ങോട്ട് വന്നു കയറുന്നില്ലേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങിയല്ലോ അവളുടെ അഭ്യാസം. എടീ, ഈ വീട്ടിലെ മരുമകളായിട്ട് ജീവിക്കണമെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇവിടെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊന്നും നിന്റെ ദാസിമാരല്ല. അയ്യോ, അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണമെങ്കിലേ നല്ല ആരോഗ്യമൊക്കെ വേണ്ടമ്മേ. ആരോഗ്യം കിട്ടാൻ നിന്റെ തടിയും മണ്ണവും നാട്ടുകാരെ കാണിക്കണോടി. ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. നിന്റെ അച്ഛനാണെങ്കിൽ ഇതിന് സമ്മതിക്കോടി. അച്ഛനും അമ്മയൊക്കെ പഴയ ആളുകളല്ലേ. എന്നാലും എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ജോഗിങ്ങിന് പോകുന്നത് എന്റെ അച്ഛൻ വിലക്കൊന്നും എനിക്ക് തോന്നില്ല. അല്ല, അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അനുവിനെ നാട്ടുകാർ ഈ രൂപത്തിൽ കാണുന്നതാണോ, അതോ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ അനു രാവിലെ ഇറങ്ങി നടക്കുന്നതാണോ? ഇത് രണ്ടും പ്രശ്നം തന്നെയാടാ. നീ വീണ്ടും ഇവളെ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്നു വെച്ച് ഇവക്കിവിടെ പ്രത്യേക സ്ഥാനമോ അധികാരമോ ഒന്നുമില്ല. എനിക്കേ ഇവളാ പഴയ പുകഞ്ഞ കൊള്ളി തന്നെയാ. ഈ അമ്മയുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ ഇന്ദ്രേട്ടാ? എന്നെ ഇവിടെ വെച്ച് കണ്ടവരെല്ലാം പറഞ്ഞത് അനുപമ ആളാകെ മാറിപ്പോയെന്നാ. ഇപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇന്ദ്രേട്ടന്റെ പരിചയക്കാരില് എത്ര പേർക്ക് എന്നെ ആദ്യം കണ്ടപ്പോ മനസ്സിലായ പോലുമില്ല. അതെ, നിന്നെ കുറെ നാളായിട്ട് കാണാത്തവർക്കേ ഇപ്പൊ കാണുമ്പോ നല്ല മാറ്റം ഫീൽ ചെയ്യും. അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും പല കാര്യത്തിനും അമ്മ നിന്നെ വന്ന് കൂടെ കൂടെ കാണാറുണ്ടല്ലോ. അതുകൊണ്ടാ നീ പഴയ അനുവായിട്ട് തന്നെ അമ്മയ്ക്ക് തോന്നുന്നത്. നീ എന്താണ് നിന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് എന്നെ കളിയാക്കാൻ നോക്കണോ?